നമസ്കാരം. ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. കൊച്ചുകുട്ടികൾ വേദനിച്ചോ അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വെറുതെയോ കരയുമ്പോൾ അവർ സാധാരണ ശ്വാസം വളരെ നേരം പിടിച്ചു നിർത്താറുണ്ട്. ഇതിനെയാണ് ശ്വാസം നിർത്തി കരച്ചിൽ അല്ലെങ്കിൽ ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽസ് എന്ന് പറയുന്നത്. കുറച്ച് സമയത്തിനകം കുട്ടികൾ പഴയതുപോലെ ശ്വാസം എടുത്തു തുടങ്ങുകയും കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് കുഞ്ഞുങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇത് സ്വമേധയാ ചെയ്യുന്നതല്ലാത്തതായ ഒരു ശാരീരിക പ്രതികരണ പ്രവർത്തനം മാത്രമാണ്. കാണുമ്പോൾ വളരെ പേടി തോന്നുമെങ്കിലും കുട്ടികൾക്ക് ഇതുമൂലം യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തലച്ചോറിന് ക്ഷതമോ ഒന്നും തന്നെ സംഭവിക്കാറില്ല. ഇത് പല രീതിയിൽ വരാം. ആദ്യമായിട്ടുള്ളത് സിമ്പിൾ ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽസ് എന്ന് പറയുന്നത്, അതായത് കുഞ്ഞ് കുറച്ച് സമയം കരയുക, പിന്നെ ഒരു ഏതാനും സെക്കൻഡുകൾ നേരം ശ്വാസം പിടിച്ചു നിർത്തുക, വീണ്ടും പഴയതുപോലെയാവുക. രണ്ടാമത്തത് സൈനോട്ടിക് ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽസ് എന്ന് പറയും. ഇതിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ശ്വാസം പിടിച്ചു നിർത്തുകയും അവരുടെ ശരീരം നീല നിറമാവുകയും കൈകാലുകൾ ദുർബലമാവുകയും ബോധക്ഷയം ഉണ്ടാവുകയും ചെയ്യാം. ഇനി മറ്റൊരു കൂട്ടർ കൂടുതൽ സമയം ശ്വാസം പിടിച്ചു നിർത്തുകയും അവരുടെ ശരീരം വിളറി വെളുത്ത് ബോധക്ഷയം ഉണ്ടാവുകയും ചെയ്യാം. ഇതിനെയാണ് പാലിഡ് ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽസ് എന്ന് പറയുന്നത്. നാലാമത്തെ വിഭാഗം കുറച്ചുകൂടി സങ്കീർണമായ കോംപ്ലക്സ് BHS ആണ്. ഇവിടെ കുഞ്ഞുങ്ങൾ വളരെ കൂടുതൽ സമയം ശ്വാസം പിടിച്ചു നിർത്തുകയും അവർ അപസ്മാരം അല്ലെങ്കിൽ ജന്നി പോലുള്ള ചില ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യും. കണ്ണ് മേലോട്ടാക്കുക, കൈകാലുകൾ ഉറയ്ക്കുക, ബോധക്ഷയം ഉണ്ടാവുക തുടങ്ങിയവ. ഇത് എങ്ങനെ തന്നെ വന്നാലും ഈ ഒരവസ്ഥ കൊണ്ട് മാതാപിതാക്കൾ ഒട്ടും തന്നെ പരിഭ്രാന്തരാകാൻ പാടില്ല. ഇത് തനിയെ മാറുന്ന ഒരവസ്ഥയാണ്. അമിത പ്രതികരണം പലപ്പോഴും വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക. ഈ സമയത്ത് കുഞ്ഞ് വീഴാതിരിക്കാനും അല്ലെങ്കിൽ കുഞ്ഞിന് മുറിവേൽക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. തലച്ചോറിലോട്ടുള്ള രക്തപ്രവാഹം ശരിയായി നടക്കാൻ വേണ്ടി കുഞ്ഞിനെ ഒരു തറയിൽ ചരിച്ച് കിടത്തുക. കുഞ്ഞിൻ്റെ വായിലോ അല്ലെങ്കിൽ കയ്യിലോ യാതൊരുവിധ സാധനങ്ങളും പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ അധിക പ്രതികരണം പലപ്പോഴും വിപരീത ഫലം ചെയ്യും. കാരണം സമാന സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ സംഭവം ആവർത്തിക്കാനാണ് അങ്ങനെ ചെയ്യുമ്പോൾ സാധ്യത കൂടുന്നത്. ഇത് തനിയെ മാറുന്ന ഒരു അസുഖമായതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് പരിശോധനകളോ ചികിത്സകളോ ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെ വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ശ്വാസം പിടിച്ചു നിർത്തുന്നതിൻ്റെ ലക്ഷണങ്ങൾ അധികമായി കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇരുമ്പ് സത്ത് അടങ്ങിയ ടോണിക്കുകൾ കൊടുത്ത് വിളർച്ച പരിഹരിക്കാൻ ശ്രമിക്കുക. പൈരാസെറ്റാം പോലുള്ള ചില മരുന്നുകൾ ഇതിന് വളരെ ഫലപ്രദമായി കൊടുക്കാമെങ്കിലും അവയൊന്നും തന്നെ പ്രായോഗികമായിട്ട് നമുക്ക് ആവശ്യം വരാറില്ല. കുഞ്ഞുങ്ങൾ അവരുടെ വളർച്ചയുടെ ആദ്യ പടവുകൾ കയറി കഴിയുമ്പോൾ ഈ അവസ്ഥ തനിയെ ഇല്ലാതാവുന്നതാണ്. നന്ദി, നമസ്കാരം.